ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു ഗാർഡനിങ് വീഡിയോ ആണ്. കുറച്ച് എൻ്റെ ചെടികളും അതിന് ഞാൻ ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഹെയർ കെയറും ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യാൻ ബോറടിയല്ലേ, അപ്പോൾ ഒരു മാറ്റമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ ചൈനീസ് വാത്സ്യം നാടൻ നമ്മുടെ വെറൈറ്റി ഇല്ലേ അതുകൊണ്ട്, പിന്നെ കുറച്ച് ഹൈബ്രിഡൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഓൺലൈനിൽ നിന്ന് മേടിച്ചേക്കണയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അത് ഞാൻ വളരെ ചെറുത് മേടിച്ചതാണ്. ഇപ്പോൾ ഒരുമാതിരിയൊക്കെ വലുതായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈബ്രിഡ് ഒന്ന് പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ട്, അതല്ലെങ്കിൽ നമുക്കൊരു പണിയാണ്. അതുപോലെ കൊച്ചുങ്ങളെ നോക്കണ പോലെ തന്നെ നോക്കണം നമ്മൾ. അപ്പോൾ ഇത് നമ്മുടെ മെലസ്റ്റോമയാണ്. അപ്പോൾ അത് എനിക്കൊരു വേറൊരു കളറാണ് കിട്ടിയേക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ഇതെൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണേ, നമ്മുടെ ചെമ്പരത്തി. ഇങ്ങനെ യെല്ലോ കളറിൽ വൈറ്റ് ഇതായിട്ട് നല്ല അടിപൊളി കളറാണേ. അപ്പോൾ അത് ഞാൻ ഏറ്റുമാനൂർ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടൊക്കെ വളമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടിഞ്ഞ് നിൽക്കണമായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് വളങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ മക്കളൊക്കെ വരുമ്പം മോനുണ്ടായിരുന്നു ഇത്ര ദിവസം, അപ്പോൾ അവനെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ കുറേ ദിവസം നമുക്ക് ചെടിയൊന്നും കെയർ ചെയ്യാൻ പറ്റാണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മോൻ പോയി. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ പഴയ പണികളൊക്കെ തുടങ്ങി. ചെടിക്ക് മരുന്നടിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പം ഞാനെന്നാൽ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതൊക്കെ. അപ്പോൾ വൈറ്റൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വാഗമണ്ണിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ മതിലിൽ കുറച്ച് നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ണും മണലും കൂടി നട്ട് കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കത് ചെയ്യാണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആദ്യം ഞാൻ ഈ കുറച്ച് ചെളിമണ്ണൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഇതൊക്കെ ചീത്തായി പോണത്. ഇപ്പോൾ അവർ പറയണ ആ രീതിയിൽ തന്നെ ചെയ്ത കാരണം ചട്ടി നിറച്ച് പൂവായിട്ട് തന്നെ നിൽക്കണേണ്. പിന്നെ എപ്പോഴും നല്ലൊരു കെയറിങ് തന്നെ വേണമെന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ നോക്കണ പോലെ തന്നെ ദിവസവും ചെന്ന് അതിനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ്, ഞാനെങ്ങനെയാട്ടോ ഡെയിലി രാവിലെ എല്ലാവരൊക്കെ പോയി കഴിഞ്ഞാൽ, പിന്നെ ചേട്ടനൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നേരം ചെടിയുടെ ഒട്ടിപ്പോയി നിന്ന് അതിൻ്റെ ഏത് പൂവാണ് ഒക്കെ വിരിയാൻ പോണത് അങ്ങനെയൊക്കെ നോക്കി ഒക്കെ ഞാൻ കറക്റ്റ് എല്ലാം ഒക്കെ നോക്കി വെക്കും. പിറ്റേ ദിവസവും അതുപോലെ തന്നെ. അങ്ങനെയൊക്കെ കെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചെടിക്ക് ഒരു പ്രത്യേക ഒരു ഇതാണ്. അല്ല, നമ്മൾ തിരിഞ്ഞു നോക്കാണ്ടിരുന്ന ചെടിയും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതെനിക്ക് ശരിക്കും അനുഭവമുണ്ട്. പിന്നെ നമ്മുടെ റോസാണ്. ഈ റോസ് ഇപ്പോൾ കുഴപ്പമില്ല, നല്ല മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ റോസ് ഗാർഡനിലെ പുള്ളിക്കാരി പറഞ്ഞാണ് ഞാനിതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചെടിയുടെ കുറച്ച് വളങ്ങളാണ് ഞാൻ ചെയ്യുന്ന വളങ്ങളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചേക്കണേണ്. അപ്പോൾ ഇത് നമ്മുടെ ഇതില്ലേ സാഫ്, അപ്പോൾ സാഫാണ്. അപ്പോൾ ഇന്നലെ ഞാൻ DAP ഇട്ട് കൊടുത്തു, പിന്നെ NPK ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണത് മരുന്ന് അടിച്ചു കൊടുക്കണം, സാഫ്. ഈ സാഫ് നല്ല അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചൈനീസ് വാത്സ്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കേടും വരില്ല, നല്ല റെഡിയായി നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പം ഞാനതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കും. ഇത് നമ്മുടെ NPK. ഇതെല്ലാം ഞാനിങ്ങനെ ഒരു കുപ്പിയിലായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ നാൾ അങ്ങനെ കേടാവാണ്ടിരിക്കും. പിന്നെ ഇത് നമ്മുടെ എപ്സം സോൾട്ട്. അപ്പോൾ ഇന്ന് എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ ദിവസം അങ്ങനെ ഞാൻ ഇതാക്കി വെച്ചേക്കണേണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ എപ്സം സോൾട്ട് നമ്മുടെ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സൂഡോമോണസ് ഇല്ലേ, അതാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു പുറയിൽ, അപ്പോൾ അതിനുമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ചെടികൾക്കും ഇടയ്ക്ക് ഞാൻ മാറി സാഫ് അല്ലെങ്കിൽ ഇതും ഇട്ട് കൊടുക്കാറുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ NPK. ഇതൊരു 8 തരി ഇട്ട് കൊടുത്താൽ മതി ചെടിക്ക്. ആ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ചെടിയുടെയും അധികമൊന്നും ഒരിക്കലും ആയിപ്പോകരുത്. ഇതാണ് നമ്മുടെ NPK. അപ്പോൾ ഞാനിത് ഇന്നലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു. ചെറിയ കുഴി ഒഴിച്ചിട്ട് അതിലോട്ടൊരു 8 തരി ഇട്ട് കൊടുക്കും. പിന്നെ വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ സാഫാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു 3 ലിറ്റർ വെള്ളം എടുക്കും. ആദ്യം തന്നെ 2 ലിറ്റർ വെള്ളം എടുത്ത് അതിലോട്ട്, അപ്പോൾ എൻ്റെ ആ ചെറിയ ബക്കറ്റിൽ 2 ലിറ്റർ വെള്ളം കറക്റ്റ് കൊള്ളും. അപ്പോൾ ഞാൻ ശരിക്കും അരിച്ച് തന്നെ എടുക്കുന്നത്. അതെന്താ അരിച്ചെടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസിൻ്റെ അകത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, ഒരു പൂപ്പൽ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അതൊക്കെ ഇതിൽ കൂടി വരണ്ട, നമുക്ക് ഈ സ്പ്രേ ബോട്ടിലിൽ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അരിച്ചതുകൊണ്ടാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെനക്കേട് പിടിച്ച പരിപാടിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. എനിക്ക് ഈ പണ്ട് തുടങ്ങി ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. എനിക്ക് എവിടെ കണ്ടാലും അങ്ങ് അറിയാണ്ടങ്ങ് ചെടിയുടെ അടുത്തോട്ട് പോകും നമ്മൾ. പിന്നെ പിടിപ്പിക്കാനും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കുറച്ച് നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഇതൊക്കെ കൊണ്ട് കുറച്ച് പൂക്കളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ ചെടി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വിളകളും എല്ലാം ഒക്കെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനത് കാരണം ഇപ്പോൾ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇടയ്ക്കിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റില്ലേ, അതെല്ലാം കൂടി ഞാനൊരു ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചിട്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഇടും കേട്ടോ. അതൊരു 3-4 ദിവസം ഇട്ട് വെച്ച് അത് ആ വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് എല്ലാത്തിലും ഇട്ട് കൊടുത്തായിരുന്നു. അത് നല്ലൊരു റിസൾട്ടായിരുന്നു. ചെടിയൊക്കെ പൂക്കാത്തതും കൂടി നന്നായിട്ട് പൂത്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യും. പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും കൂടി കലക്കി വെക്കും. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പം എൻ്റെ മകനുള്ളപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഞാൻ അവൻ വന്നേഴുമ്പൊക്കെ അടിച്ചൊക്കെ ഇതാക്കി. അപ്പം ഈ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമ്മുടെ കൈക്കും കൂടി ആ സ്മെല്ലായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് പക്ഷേ ചെടിക്ക് നല്ല ഇതാണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ. അപ്പം ഞാനിങ്ങനെയുള്ള ഓരോരോ ഇതൊക്കെ ഓരോ ദിവസം, അതായത് ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ ഓരോ വളമൊക്കെ ചിലപ്പോൾ നമ്മുടെ ജൈവവളവും മറ്റേതൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ NPK ഒക്കെ ഞാൻ കുറച്ച് നമ്മുടെ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും. പിന്നെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ എപ്സം സോൾട്ടും എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റോസിനും ഇതൊക്കെ പിന്നെ ഈ സാഫ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കേടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല ഇപ്പം ഈ സമയത്താണെങ്കിൽ നിറച്ച് കേട് വരേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഈ ചൈനീസ് പാൽസ്യമാണ് ആദ്യമൊക്കെ അടിച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണേ. അതിങ്ങനെയാക്കി എടുത്ത് ഒരു ചെറിയൊരു തയ്യായിരുന്നു കൊണ്ടുവന്നപ്പം. അത് ഒന്നും പോയില്ല, എല്ലാം പിടിച്ച് കിട്ടി. അപ്പോൾ ഇത് ഈ സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ എയർ ഇതായും. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രമേ ഇത് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി പഴയതുമായ അവൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെയുള്ള എല്ലാ ചെടികൾക്കും റോസിനും എല്ലാ ചെടിക്കും ഞാൻ തളിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ ആ പുഴുക്കുത്ത് അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ ചെടി നല്ല ഫ്രഷായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മരുന്ന് ചെയ്ത് കൊടുക്കണം. ഏത് നമ്മുടെ കീടനാശിനി അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഈ സൂഡോമോണസും ആണെങ്കിലും കുഴപ്പമില്ല, സാഫാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സാഫാണ് ഒന്നും കൂടി ഏക്കുന്നത് ശരിക്കും. അപ്പം സാഫ് നമ്മുടെ ചെടികൾക്കൊന്നും ഇതാക്കാൻ മീൻസ് എങ്ങനെ നമ്മുടെ ഈ പച്ചക്കറിക്കൊന്നും സാഫ് അടിക്കാൻ സൂഡോമോണസ് പറ്റത്തുള്ളൂ. അപ്പോൾ ചില ദിവസം ഞാൻ എടുക്കുമ്പോൾ എല്ലാം കുത്തിനും കൂടി അങ്ങ് അടിച്ചു കൊടുക്കും. പിന്നെ ബോഗൺവില്ല ആണെങ്കിൽ എൻ്റെ എല്ലാം ഒരുമാതിരി നല്ലതായിട്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഞാനത് കട്ട് ചെയ്ത് കൊടുത്ത്. അതുകൊണ്ട് ഈ പ്രാവശ്യം പൂക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും പൂട്ട് തുടങ്ങിയേക്കണ്. അപ്പോൾ എന്തായാലും 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ വളം ചെയ്യണം. വളം ചെയ്താൽ മാത്രമേ ചെടി നല്ല തിക്കായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു മുരടിച്ച പോലെ വരും. അങ്ങനെ മുരടിച്ച മാറ്റണമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ കഞ്ഞിവെള്ളം വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. എൻ്റെ ചെടിയൊക്കെ അങ്ങനെ കുറച്ച്
ഇന്നൊരു മുരണ്ട പോലെ നിന്നേച്ച് ബോഗൺവില്ലേക്ക്. ഇപ്പം നല്ല ആർത്ത് കയറി എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ചട്ടിക്കൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. ആ മതിൽ ഞങ്ങളുടെ ഇതെന്താ പറയുക, ചെടിയൊക്കെ വെച്ചിട്ട് എല്ലാം അഴുക്കായിട്ടിരിക്കണേണ്. അപ്പം അത് ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ മതിൽ ക്ലീൻ ചെയ്യണം, ചെടിച്ചട്ടിയൊക്കെ ചെയ്യണം. അപ്പം ഇനി അങ്ങനെ ഒരു പണിയുണ്ട്. അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ വലിച്ചു പൊക്കി പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഉളുക്കായിരിക്കും. നമ്മൾ അന്നേരം അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കും. പിന്നെ ഈ വലിയ ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പാട്. ചട്ടി അപ്പോഴത്തെ ഇതിൽ മേടിക്കും, പക്ഷെ മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഇങ്ങനെ നമുക്ക് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വെള്ളം എന്തെങ്കിലും കൂടി ഒഴിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ അതങ്ങനെ ഉണങ്ങിക്കിടക്കും. അപ്പോൾ എന്ത് വളം ഇട്ടാലും കുറച്ച് വെള്ളം അപ്പം തന്നെ ഒഴിച്ചു കൊടുത്തേക്കണം. അപ്പം ഞാൻ സാഫിൻ്റെ ഇതാണ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാഫിൻ്റെ ഞാൻ അങ്ങനെ പൂക്കൾ അങ്ങനെ നോക്കിയല്ല എല്ലാത്തിനും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെത്തിയിലൊക്കെ നിൽക്കുമ്പോൾ ചെത്തിയുടെ ചെടിയുടെ ഇടയിലൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പുഴുക്കളൊക്കെ. അപ്പോൾ ഇതിട്ട് നല്ലതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ സ്പ്രേ ചെയ്യണമെന്ന് തന്നെ ഇല്ല, നമ്മളൊരു കപ്പിലെങ്ങനെ എടുത്ത് ഒഴിച്ചാൽ മതി. പിന്നെ സ്പ്രേ ചെയ്താൽ ശരിക്കങ്ങ് എല്ലാ അതിൻ്റെ ബ്രാഞ്ചസിലോട്ടൊക്കെ കയറും. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഞാൻ എപ്സം സോൾട്ടാണെങ്കിൽ സ്പ്രേ ആണെങ്കിൽ പിറ്റേ ദിവസം NPK ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ പച്ചക്കറിയുടെ വേസ്റ്റില്ലേ അതിൻ്റെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പം മണമില്ലാണ്ടിരിക്കാൻ ഞാൻ ശർക്കര ചിലപ്പോൾ ചേർക്കും. ശർക്കര നല്ലതായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ, അതായത് ഒരു വലിയ കഷ്ണം ചേർത്താൽ പിന്നെ നമുക്ക് വലിയ സ്മെല്ലൊന്നും അടിക്കത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ വളം നമ്മൾ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് തന്നെ അങ്ങ് കൂട്ടി വെക്കും. എന്നിട്ട് സ്പ്രേ ബോട്ടിലിൽ അരിച്ചൊഴിച്ച് സ്പ്രേ ചെയ്യും. പിന്നെ നിലത്ത് വെക്കുന്ന ചെടിയൊക്കെ ചിലതിനൊക്കെ ഞാൻ വെറുതെ ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ ചെടിയിലൊക്കെ എപ്സം സോൾട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്സം സോൾട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞ് നമ്മുടെ ചെടി നല്ല അറുത്ത് വരും, നല്ല പച്ചപ്പൊക്കെ ആയിരിക്കും. വലിയ ചട്ടിയാണെങ്കിൽ ഞാൻ ഇത്തിരി അധികം ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് വെള്ളം നമ്മളിങ്ങനെ 2-3 സ്പൂൺ ഇട്ട് വെച്ച് 3 ലിറ്ററൊക്കെ എടുത്തിട്ട് അതും കുറച്ച് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ തന്നെ പിറ്റേ ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ചെടി നോക്കുമ്പോൾ അറിയാം നമുക്ക് നല്ല പച്ചപ്പായിരിക്കും ചെടിക്ക്. അപ്പോൾ ഒന്ന് മടി പിടിച്ചാൽ പോയ കാര്യം എല്ലാം അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് കെയർ ചെയ്യുന്ന നല്ല പൂക്കളൊക്കെ ആയിട്ട് കിട്ടും. ഒരിടക്ക് ചൈനീസ് വാൾസൊക്കെ അങ്ങോട്ട് മുരണ്ടായിരുന്നു എൻ്റെ ഇരുന്നേച്ചതെല്ലാം. ഈ വെയിലൊക്കെ കൂടുമ്പം മിക്കതും അങ്ങനെയായിരുന്നു, മുരണ്ട് വന്നിട്ട് പിന്നെ അതങ്ങ് ചീത്തായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അധികം വെയിലും ഇതിന് പറ്റത്തില്ല, അധികം വെള്ളവും പറ്റത്തില്ല. അപ്പം ഷെയ്ഡിൽ ഞാനിപ്പം നല്ലതായിട്ട് മഴയൊക്കെ വരുന്ന സമയത്ത് എടുത്ത് ഷെയ്ഡിലോട്ട് വെക്കും കേട്ടോ. പിന്നെ ചെടിയൊന്ന് ബാടിയ പോലെ കാണണമെങ്കിൽ എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ചെടി ആ മേടിച്ചതിൽ ഒരു ചെടി അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാട്ടമൊക്കെ തുടങ്ങിയപ്പോൾ ഞാനെടുത്ത് മാറ്റി വെച്ച്. ഇപ്പോൾ അത് നല്ലതായിട്ട് പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം വെയിൽ കൂടിക്കഴിഞ്ഞാൽ ഒന്നെടുത്ത് മാറ്റിയേക്കണം.
പിന്നെ നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചാണെങ്കിൽ ശരി, ഒരു ഉച്ചക്കുള്ള വെയിൽ കൊണ്ടുവരുമ്പോൾ വീണ്ടും ഇതൊന്ന് തളർന്ന പോലെയാവും. പക്ഷെ വൈകിട്ടാകുമ്പോൾ വീണ്ടും സ്റ്റഡിയാവും. പക്ഷേ എന്ന് വിചാരിച്ച് അധികം ഇപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ടൊന്ന് നമ്മൾ ഓസ് കൊണ്ട് ഒന്ന് എല്ലാ ചെടിയും ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫ്രഷാവും. അപ്പോൾ ഞാൻ രാവിലെ ചില ദിവസം ഞാൻ രാവിലെ ഒഴിക്കും കേട്ടോ, ചെടിയൊക്കെ അങ്ങനെ വാടി നിൽക്കണ കാണുമ്പോൾ. ചിലപ്പം വൈകിട്ട് ഒഴിക്കും. അപ്പോൾ ഏതെങ്കിലും നേരം ഇങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ചെടിക്ക്. അപ്പോൾ എല്ലാ ചെടിയും ഒന്ന് ഉണർവാകും. ഇനി അതിന് ശേഷം എല്ലാ ചെടിയിലോട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ വെപ്സം സോൾട്ട് ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം അതങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ട് മെൽറ്റായി പോകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ, ചെടിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.